ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ഡേ ഇൻ വാരണാസിയാണ്. മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതാണല്ലോ ഇവിടെയുള്ള ഈ സുബായി ബനാറസ് എന്നുള്ള ആരതി കാണാൻ പോകണമെന്ന്. അപ്പോൾ അത് കാണാനാണ് ഇത്ര രാവിലെ എഴുന്നേറ്റ് വന്നത്. ഈ വെളിച്ചം കണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഇത് പകലല്ലേന്ന്. എന്നാൽ ഇവിടെ പെട്ടെന്ന് തന്നെ നേരം പുലർക്കും. അപ്പോൾ ഇതിവിടുത്തെ ഒരു 4:30-5 മണി സമയം ആ ഒരു ടൈമാണ്. ആ ഒരു ടൈമിലാണ് ഇവിടുത്തെ ആരതി സ്റ്റാർട്ട് ആവുന്നത്. കുറേ നാളത്തെ ആഗ്രഹം ഈ ഒരു ആരതി കണ്ടു. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ആരതി കാണുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്. അങ്ങനെ അത് കൺകുളിർക്കെ കണ്ടിട്ട് അവിടെ നല്ലൊരു സൺറൈസും കണ്ടു. അപ്പം നിങ്ങളും എന്നെ പോലെ തന്നെ കുറേ നാളായി വാരണാസിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പെട്ടിയും പാക്ക് ചെയ്ത് ഇവിടെ വന്നോളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ പ്രത്യേക ടൈമിങ് സീസൺ ഒന്നും ഇല്ല. എല്ലാ ടൈമും നിങ്ങൾക്ക് വരാം. റൂമിൽ പോയി പിന്നെ തിരിച്ച് നമ്മൾ വന്നു. ഇനി നമ്മുടെ ബോട്ട് റൈഡ് ആണ് വീണ്ടും. അങ്ങനെ അവിടുത്തെ വാരണാസിയിലെ ചായയും കുടിച്ച് ഞങ്ങളുടെ ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഞാനൊരു സജഷൻ തരാം ഗൈസ്, എന്ത് വന്നാലും അവിടുത്തെ ബോട്ടിലെ ചായ പരമാവധി ഒഴിവാക്കുക. സത്യം പറഞ്ഞാൽ ഈ ബ്ലാക്ക് ടീ, അവിടുത്തെ വാരണാസിയിലെ ബ്ലാക്ക് ടീ തീരെ കൊള്ളില്ല. അതൊരു ലെമണും ഇവിടുത്തെ പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചായയാണ്. തീരെ കൊള്ളില്ല. നമ്മൾ മലയാളികൾക്ക് അത് തീരെ പറ്റില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ബോട്ട് റൈഡിൽ എല്ലാ ഘട്ടും ഒന്നുകൂടെ കണ്ടിട്ട് നമ്മൾ അവിടെയുള്ള ഒരു ഘട്ടിൽ ഇറങ്ങി. അവിടുന്ന് പിന്നെ വേറെ സ്ഥലത്ത് പോകാൻ നമ്മൾ ഏതെങ്കിലും ഘട്ടിൽ ഇറങ്ങണം. എന്നിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ല, ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഒരുപാട് ഈ ഒരു ചിത്രപ്പണികളാണ്, മെയിനായിട്ട് ശിവന്റെയും വിഷ്ണുവിന്റെയും അങ്ങനെ പലതരം ചിത്രപ്പണികളാണ് ഈ ഒരു ഘട്ടിനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. അങ്ങനെ അവിടെ നിന്നൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ഒരു ബനാറസി സാരി കടയിൽ എത്തിപ്പെട്ടു. തീരെ പ്രതീക്ഷിക്കാത്തൊരു ബനാറസി സാരി മേടിച്ചു. അവിടുന്ന് ഞാൻ വിചാരിച്ചത് ഈ ബനാറസി സാരിക്കൊക്കെ നല്ല വില ഉണ്ടാവുന്ന ഒരു 1000 മേലെ പ്രതീക്ഷിച്ചത്. പക്ഷെ എനിക്ക് 600 രൂപയ്ക്കാണ് ഈ സാരി കിട്ടിയത്. നല്ല ക്വാളിറ്റിയുടെ നല്ല സാരി ആയിരുന്നു. പിന്നെ ഒരുപാട് ലോക്കൽ ഫുഡ്സ് ട്രൈ ചെയ്തു, അതൊക്കെയാണ് മെയിൻ. പിന്നെ അവിടുത്തെ ഫേമസ് ആയിട്ട് ലക്ഷ്മി ചായ് വലയിൽ പോയിട്ട് അവിടുത്തെ ബ്രെഡ് ടോസ്റ്റും ചായയും കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് ഡൗട്ട്. ഓവർ റേറ്റ് ആയിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ അവിടുത്തെ സബ്ജി, മറ്റേ പൂരി സബ്ജി അങ്ങനത്തെ, പിന്നെ ലസ്സിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, അത് വേറെ കാര്യം. അതൊക്കെ കഴിച്ച് പിന്നെ തിരിച്ച് റൂമിൽ വന്നു. ഇതൊരു ഉച്ച സമയമാണ്, കാരണം നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ കറങ്ങാൻ പോകുന്ന ഒഴിവാക്കി. ഭയങ്കര വെയിലാണ്, ചൂടും തീരെ സഹിക്കാൻ വയ്യ. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ വീണ്ടും വേറെ റൂട്ടിലേക്ക് പോയി. പിന്നെ വരുന്നത് അവിടെയുള്ള കുറച്ച് ടെമ്പിൾസ് വരുന്നത് വേറൊരു റൂട്ടിലാണ് പോയി. അവിടെ വരുന്നതാണ് ഒരു സങ്കട് മോചക് എന്ന് പറയുന്നൊരു അമ്പലം. അവിടെ പോയി അവിടെ ഫോട്ടോഗ്രാഫിയും അതൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഫോൺ എടുത്തില്ല. അവിടെയുള്ള പിന്നെ ഒരു മന്ദിർ ഉണ്ട്. ഇതാണ് അവിടുത്തെ തുളസി മാനസ് മന്ദിർ. അവിടെ പ്രത്യേകിച്ച് മെയിൻ ആയിട്ട് പറയാൻ എന്താ വെച്ചാൽ ഇവിടെ ഒരു എക്സിബിഷൻ ഉണ്ട് 2ാമത്തെ ഫ്ലോറിൽ. വെറും 10 രൂപയുള്ള അവിടുത്തെ ടിക്കറ്റിന്. ആ ഒരു 10 രൂപയ്ക്ക് എന്താ അവിടെ കാണാൻ വരുന്നത്? ചിലപ്പോൾ 2-3 പ്രതിമ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചിട്ട് അകത്ത് കയറിയത്. പക്ഷെ നമ്മളെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടത്. വെറും 10 രൂപയ്ക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്സിബിഷൻ ആയിരുന്നു. ഈ പണ്ടത്തെ സീതാ സ്വയംവരം അല്ലെങ്കിൽ കൃഷ്ണന്റെ ആ ഒരു കുട്ടിക്കാലം, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ആനിമേഷൻ പോലെയൊക്കെയാണ് ഇവർ ഇവിടെ എക്സിബിഷൻ ചെയ്യുന്നത്. അടിപൊളിയാണ് കാണാൻ. എങ്ങനെയായാലും ഒരു 15-20 മിനിറ്റ്സ് കാണാനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ അതും കണ്ട് നമ്മൾ അവിടുത്തെ പുറത്തുള്ള ഗാർഡനിലേക്കൊക്കെ പോയി ഇറങ്ങി. ഒരുപാട് ഫ്ലവേഴ്സും അവിടെ അടുത്തുള്ള ഒരു ചെറിയൊരു കുടില് പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ്, നല്ല അടിപൊളിയായിരുന്നു കാണാനൊക്കെ. ഭയങ്കര ഒരു വെറൈറ്റി ഫീല് തോന്നി ഇതൊക്കെ കാണുമ്പോൾ തന്നെ. എൻട്രി ഒക്കെ ഫ്രീ ആണ്, ഒരു പൈസയും വേണ്ട. ആ എക്സിബിഷൻ ഞങ്ങൾ 10 രൂപ കൊടുത്തു. പിന്നെ ട്രാൻസ്പോർട്ടിന്റെ പൈസ അത് മാത്രമേ ഉള്ളൂ. പിന്നെയും വേറൊരു അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ടയർഡ് ആയപ്പോഴത്തേക്ക് വീണ്ടും ഒരു ലസ്സി കുടിച്ചു. ഇത് അവിടുത്തെ ഫേമസ് ലസ്സിയാണ്, ലസ്സിവാല എന്ന് പറയുന്ന ഒരു ഷോപ്പ്. അവിടുത്തെ ഫേമസ് ആയിട്ട് ആളൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ റൂമിൽ പോയി. ഒരു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീണ്ടും അവിടുത്തെ നമ്മുടെ അസിഘട്ടിലുള്ള അവിടുത്തെ ഘട്ടിന്റെ അടുത്ത് പോയി. അവിടുത്തെ നൈറ്റ് ലൈഫ് കാണാൻ പോയി. നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഇവിടെ മെയിൻ പിന്നെയും ആരതിയാണ് അവിടെ എന്തോ. പിന്നെ അവിടെ നോക്കുമ്പോഴത്തേക്ക് ഏതോ ഒരാളുടെ വക ഇവിടെ അന്നദാനം ഉണ്ടായിരുന്നു. സോ അത് കഴിച്ചു. പൂരിയും സബ്ജി ആയിരുന്നു, അങ്ങനെ അതും കഴിച്ചു. രാത്രി ഇനി എന്ത് കഴിക്കുന്നു ചിന്തിച്ചിരിക്കുമ്പോഴായിരുന്നു ഇത് കിട്ടിയത്. അപ്പോൾ അതിൽ തീരുമാനം. പിന്നെ ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പ് ഉണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പിസ്സ ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ അസിഘട്ടിൽ. എല്ലാവരും പറഞ്ഞു കേട്ടതാണ്. അപ്പോൾ അവിടെ പോയി. പക്ഷെ സീറ്റ് ഇല്ലായിരുന്നു ഇരിക്കാൻ, അതുകൊണ്ട് നമുക്ക് പിസ്സ കഴിക്കാൻ പറ്റിയില്ല. ഭയങ്കര ക്രൗഡഡും ആയിരുന്നു. പിന്നെ ഏകദേശം 9 മണിയായി, അവർ ക്ലോസ് ചെയ്യുന്ന സമയമായിരുന്നു. അത് പിന്നെ നമ്മൾ അവിടെയുള്ള ഒരു ഗോള കുടിച്ചതിന്റെ ഫുൾ ആയിട്ടുള്ളൊരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കാണണം കണ്ടിട്ടില്ലെങ്കിൽ. അതിന്റെ അടുത്ത് വേറൊരു ഈ എന്റർടൈൻമെന്റിന്റെ ഒരു ഈ എന്താ പറയാ റൈഡ്സും അതൊക്കെ ഉള്ളതുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞങ്ങൾ പിന്നെ ഇവിടെ നാട്ടിൽ നിന്നൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ അതൊന്നും കയറിയില്ല. ജസ്റ്റ് വെറുതെ അതൊന്ന് കണ്ടിട്ട് തിരിച്ച് നമ്മൾ റൂമിലേക്ക് വന്നു. ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ വന്നിട്ട് അടിപൊളിയാണ്. നമ്മൾ നിൽക്കുന്നത് ഡോർമെന്ററി ആണ്, ഫീമെയിൽസ് ഡോർമെന്ററിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ എല്ലാ ഡോർമെന്ററി അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ 3 ദിവസത്തെ സ്റ്റേ ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. പിന്നെ അവിടുത്തെ വൈബും നല്ല അടിപൊളിയായിരുന്നു. ഹോട്ടലിന്റെ റൂഫ് ടോപ്പിൽ എല്ലാ ദിവസവും രാത്രി ഈ അവിടുത്തെ ആൾക്കാരൊക്കെ കൂടി ഒത്തുചേർന്ന് എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. അതിന്റെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കേൾക്കാം. അപ്പൊ അത്രയൊക്കെയുള്ളൂ. ബാക്കി 3rd ഡേയുടെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാം. സോ ബൈ, ടേക്ക് കെയർ.